26ാമത് ഒറ്റപ്പാലം ഭാരതപ്പുഴ കൺവെൻഷൻ ഫെബ്രുവരി 21, 22, 23 തീയതികളിലായി ഭാരതപ്പുഴ മണൽപ്പുറത്ത് നടക്കും. ദിവസവും വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന പൊതുയോഗങ്ങളിൽ സംഗീത സംവിധായകൻ സ്റ്റീഫൻ ഡേവിസിയുടെ നേതൃത്വത്തിൽ ഇമ്മാനുവൽ, സ്റ്റീഫൻ സാമുവൽ, ഷാരോൺ വർഗീസ്, ജോസ് എന്നിവരുടെ സംഗീതം കൊണ്ടും വേദി പ്രൗഢഗംഭീരമാകും. സുരേഷ് ബാബു, ഫെയ്ത്ത് ബ്ലസൻ, അജി ആന്റണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും. ജീവിതത്തിൽ താങ്ങും തണലും ശക്തിയുമായിരുന്ന അമ്മ ചിന്നയുടെ വിയോഗം ചേലക്കര തോന്നൂർക്കരയിലെ വസതിയെ സങ്കടക്കടലാക്കി. ജീവിതത്തോട് പൊരുതി ഒരു മകനെ ജനസേവനത്തിനായി പടുത്തുയർത്തിയ അമ്മ ചിന്നയ്ക്ക് വിട. ജീവിത പ്രാരാബ്ധങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും കൊടുമുടി താണ്ടി ലാളിത്യവും വിനയവും മുഖമുദ്രയാക്കി വളർത്തിയ മക്കൾക്ക് താങ്ങും തണലുമായിരുന്നു വടക്കേ വളപ്പിൽ ചിന്ന. ജനമനസ്സുകളിൽ ഇടം പിടിച്ച ചുരുക്കം ചില നേതാക്കളിൽ ഒരാളാണ് കെ രാധാകൃഷ്ണൻ. ജനസേവനത്തിന് പിന്തുണ നൽകിയ, കരുത്തു നൽകിയ അമ്മ ചിന്ന 84-ാം വയസ്സിൽ വിട ചൊല്ലിയിരിക്കുന്നു. ചേലക്കര തോന്നൂർക്കരയിൽ ജീവിതം പടുത്തുയർത്തുന്നതിനു മുൻപ് ഇടുക്കിയിൽ തോട്ടം തൊഴിലാളിയായ കൊച്ചുണ്ണിയുടെ ഭാര്യാപദം അലങ്കരിച്ചുകൊണ്ട് 8 മക്കളെയും വളർത്തിക്കൊണ്ടുവന്നു. ഇടുക്കി പുളിക്കാനത്ത് തോട്ടം എസ്റ്റേറ്റിലാണ് ഇപ്പോഴത്തെ MP-യും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ രാധാകൃഷ്ണന്റെ ജനനം. ദുരിത ജീവിതത്തിൽ പൊരുതി നേടിയ വിജയമായിരുന്നു മകനിലൂടെ ഈ അമ്മ സാധിച്ചെടുത്തത്. ജനങ്ങളെ സേവിക്കുന്നത് തനിക്കേറെ സന്തോഷമുള്ള കാര്യമാണെന്ന് അമ്മ ചിന്ന പുഞ്ചിരിയോടെ പറയാറുണ്ട്. പാർട്ടിക്ക് ജീവിതം ഒഴിഞ്ഞുവെച്ച രാഷ്ട്രീയ പ്രവർത്തകനെ ജനങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെച്ചുകൊണ്ട് ഈ അമ്മ മകനെ അടുത്തു കിട്ടാത്തതിന്റെ പരിഭവവും ചിലപ്പോൾ മാധ്യമങ്ങളോട് പങ്കുവെക്കാറുണ്ട്. ജീവിതത്തിൽ തനിക്ക് താങ്ങും തണലുമായിരുന്ന അമ്മ വിട പറഞ്ഞു എന്ന കെ രാധാകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അമ്മ ചിന്നയുടെ മരണവാർത്ത ലോകം അറിയുന്നത്. ദേവസ്വം മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ വളരെ സന്തോഷമുണ്ടെന്നും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ എന്നും അമ്മ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ഭർത്താവിന്റെ മരണശേഷമാണ് ചിന്ന ചേലക്കരയിലേക്ക് എത്തുന്നത്. അതുവരെ ഇടുക്കിയിൽ തന്നെയായിരുന്നു താമസം. രവി, രതി, രമ, രമണി, രജനി, രാധാകൃഷ്ണൻ, പരേതരായ രാജൻ, രമേശൻ എന്നിവരാണ് മക്കൾ. മരുമക്കൾ റാണി, മോഹനൻ, സുന്ദരൻ, ജയൻ, രമേശ്. തോന്നൂർക്കരയിലെ വസതിയിൽ വിശ്രമ ജീവിതത്തിലിരിക്കെ വാർദ്ധക്യ സഹജമായ അസുഖം മൂലം തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. വ്യാഴാഴ്ചയോടെയായിരുന്നു അന്ത്യം. പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തിയിരുന്ന രാധാകൃഷ്ണൻ മരണവാർത്തയറിഞ്ഞ് നാട്ടിലെത്തി. ജീവിതത്തിലെ തന്റെ കൂട്ടും ശക്തിയുമായിരുന്ന അമ്മ ചിന്നയുടെ വിയോഗം തോന്നൂർക്കരയിലെ വസതിയെ സങ്കടക്കടലാക്കി. CCV ന്യൂസ്, ചേലക്കര.